സർ, ആ സമയത്ത് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും മനസ്സിൽ തോന്നിയില്ല. അതുകൊണ്ടാ അങ്ങേയും യൂണിഫോമിനെയും എനിക്ക് തള്ളിപ്പറയേണ്ടി വന്നത്. ക്ഷമിക്കണം. നോ, ഞാനാണ് നിന്നോട് മാപ്പ് ചോദിക്കുന്നത്. ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നെ അവിശ്വസിച്ചതിന് ഐ എം സോറി. വെൽ ഡൺ മൈ ഡിയർ ഫ്രണ്ട്. താങ്ക് യു സർ. മണപ്പിച്ചോണ്ടിരിക്കണ വർഗ സ്വഭാവം കാണിക്കാണ്ടിരിക്കോ തണ്ടി. ഓ എന്റെ കാര്യം എടാ കൊക്കെ അവള് വരുന്നുണ്ട്. റെഡി ആയിക്കോ. ഒരു ജീവിത പ്രശ്നമാണേ. കർത്താവേ എന്റെ കൂടെ ഉണ്ടാവണമേ. എന്നെ ഒരിക്കലും കുഴി ചാടിക്കല്ലേ. കർത്താവ് കൂടെ ഉണ്ട്. പേടിച്ചു അല്ലേ? ഗുഡ് മോർണിംഗ്. അല്ല ഗുഡ് ഈവനിങ്. ഒരു കാര്യം പറയണോന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അത് എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഒരു ഉപഹാരം. എന്ത് പലഹാരോ? പലഹാരമല്ല, ഉപഹാരം. താങ്ക്സ്. സെയിം ടു യു. എന്തോ പറയണ്ടെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ? ഓ ഞാൻ പറഞ്ഞു ഇപ്പോ. കൂടുതലൊന്നുമില്ല, 3 വാക്ക്. I love you. Stupid. കാരണം മേ ഐ കം ഇൻ സർ? പ്ലീസ് ഡു കം ഇൻ. മീറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ. ഇത് ശ്രീനാഥ് IPS, മലയാളി, പക്ഷെ UP കാരനാണ്. ഇവിടുത്തെ കമ്മീഷണർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. തന്നോടെന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നതാ മിസ്റ്റർ ശ്രീനാഥ്. ഇരിക്കൂ ഈശ്വർ. താങ്ക് യു സർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇമ്മോറൽ ട്രാഫിക്കാ ചാർജ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പോലീസുകാരുടെ പതിവിത. നാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. കോടതി അവളെ റെസ്ക്യൂ ഷെൽട്ടറിലേക്ക് അയക്കും. അത് അവൾ അത്തരത്തിൽപ്പെട്ട പെണ്ണൊന്നുമല്ല. എനിക്കും അത് തോന്നുന്നതുകൊണ്ടാ ഞാൻ തന്നെ അവളെ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോഴാ മനസ്സിലായത് മലയാളിയാണെന്നും നിങ്ങളെ അറിയാമെന്നുമൊക്കെ. എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അത്രേ ഉള്ളൂ. മനസ്സിലായി. അവളും അതേ പറഞ്ഞുള്ളൂ. മറ്റെന്ത് ചോദിച്ചാലും കരച്ചിലാ മറുപടി. ഇരിക്കൂ. ഈ റെസ്ക്യൂ ഷെൽട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഹൊറിബിൾ ലൈഫാണ് അവിടെ. ഇതുപോലൊരു പെൺകുട്ടി അവിടെ ചെന്ന് പെട്ടാൽ ഏതായാലും ആ പെൺകുട്ടിയോട് നിങ്ങൾ മനുഷ്യത്വം കാണിച്ചു. അല്പം കൂടി സാവകാശം കിട്ടിയാൽ അവൾ തുറന്ന് സംസാരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ അവളെ എന്റെ കൂടെ താമസിപ്പിക്കണമെന്നോ? അതൊന്നും നടക്കൂല. സോറി, ഞാൻ നിർബന്ധിക്കൊന്നുമല്ല. നിങ്ങളെ അറിയാവുന്ന സ്ഥിതിക്ക് ഒരു അഭിപ്രായം ചോദിച്ചെന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ രാത്രിയിൽ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം.
അകത്തേക്ക് വരാം. വാ ചേച്ചി. ടെലഗ്രാമോ ഫോണോ എന്തായാലും ശരി, എത്രയും വേഗം നീ നിന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുക. അവർ വരട്ടെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്താ എന്നാ പോയി കിടന്നോ. ചേച്ചി അങ്ങനത്തില്ല ഇവിടെ വാ. എന്ത് ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെന്നുള്ള വിവരം പുറത്തറിഞ്ഞാൽ അറിഞ്ഞ കുഴപ്പമുണ്ടോ? അന്ന് നിന്റെ അന്ത്യമായിരിക്കും. പോടാ. അറിയില്ല അറിയില്ല. അറിഞ്ഞാലെന്ത്? നൂലഴിച്ചു ഗ്ലാസ്സിലേക്ക് കൊടുക്കും. വിട്. अरे यार होल्ड इट प्रॉपर्ली. या अम्मा, that's it. थोड़ा मोड़ लो. या थोड़ा थोड़ा नीचे. ശ്രദ്ധ, മേ ഐ ഹെൽപ്പ് യു? നോ ഇറ്റ്സ് ഓക്കേ. പിന്നെ എനിക്ക് ശ്രദ്ധയോട് വിക്കാതെ കാര്യം പറ ജിജി. അത് ഞാൻ തനിക്ക് എന്നോട് പ്രേമം, പക്ഷെ അത് തുറന്നു പറയാനുള്ള ഗട്സ് പോലും ജിജിക്കില്ല. ശ്രദ്ധയുടെ ഈ പരിഹാസം വല്ലാത്ത ടോർച്ചറിംഗ് ആണ്. ശ്രദ്ധ ഇതുപോലല്ലാതെ വേറെ മറ്റേതെങ്കിലും രീതിയിൽ സംസാരിച്ച് ജിജി കേട്ടിട്ടുണ്ടോ? ശ്രദ്ധ, ഐ എം സീരിയസ്. ഓഹോ, ഐ സെഡ് ഐ എം സീരിയസ്. ഐ എം നോട്ട് അറ്റ് ഓൾ സീരിയസ്. എനിക്ക് ജിജിയെ ഇഷ്ടമാണ്, മറ്റെല്ലാരെയും പോലെ. ലെറ്റ് us be good friends. Got it? പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ഫുൾ സാരി ചുറ്റിയിരുന്നു നീ. ഫുൾ സാരി ബിൻസി ഒന്ന് പിടിച്ചേ, രണ്ടെണ്ണം പിടിച്ചോളൂ. അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. ബിൻസി ഇപ്പോഴും പഴയ സ്റ്റാൻഡിൽ തന്നെയാണല്ലേ? എന്റെ അഭിപ്രായത്തിന് യാതൊരു മാറ്റമില്ല. ഓഹോ, അപ്പൊ അടിയുള്ളായിരിക്കാനല്ലേ ബക്കറ്റ് രണ്ട് കൈ കൊണ്ടും പിടിക്കാൻ പറഞ്ഞത്? അതെ. ഒട്ടും നാണില്ലല്ലേ? ഇല്ല, ഒട്ടും നാണൂല. കുറച്ച് തരുമോ? എന്നോട് ഉള്ളിൽ സ്നേഹം ഉണ്ടല്ലേ? കടിക്ക് ഞാൻ ഒന്ന് അനങ്ങാണ്ട് നിക്കുന്നേ. ഞാൻ ഈ ചുമന്ന പെയിന്റ് കൊണ്ട് ഞാൻ നിന്നെ ഒരു ചെങ്കോട്ടയാക്കും. ബിൻസി, അന്ന് അറിഞ്ഞ പോവുണ്ടല്ലോ, അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിടെ? എന്റെ ഹൃദയത്തിൽ. എന്താ വിശ്വാസമായില്ലേ? കാണണം. പിന്നെ നമുക്ക് ആരും അറിയാതെ ഒരു ഫ്ലൈറ്റ് എടുത്ത് നീലാകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയാലോ? അയ്യോ, ഞാനില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അവിടെ നമ്മൾ മാലാകമാരെ പോലെ ഇങ്ങനെ തത്തി കളിച്ച് ഡുവറ്റ് ഒക്കെ പാടിയിട്ട് ഇങ്ങനെ. അയ്യോ, എന്താണ് നീലാകാശം ഇടിഞ്ഞു വീണു? മരിക്കരുത്, ഒരുമിച്ച് മരിക്കാം. എനിക്ക് കണ്ണാണൂല. അയ്യോ. ചായ കുടിക്കേ. അയ്യേ, ഈ ചൂരിദാർ അപ്പടി അഴുക്കാണല്ലേ? ചേച്ചി ആ പടം ഈ ഒരു ഡ്രസ് മാത്രമേ കൊണ്ടുവന്നുള്ള. ഏതിന് ചായ കുടിക്ക്. തൽക്കാലം നമുക്ക് വേറെ പണി ഒപ്പിച്ചളയാം. ചുടിദാറോ? ഫാത്തിമ, 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 ഒന്ന് ഓടി വാ, ഒന്ന് വേഗം വാ പിള്ളേ. ഈശ്വർ സാറിന്റെ ടെറസിലുണ്ടോ? ടെറസിലെന്താ? ആ, അയ്യലെന്താ? തുണികൾ. തുണികളാണെന്ന് എനിക്കും അറിയാം. എന്ത് തുണികൾ? ചുരിദാറും കമ്മീസും ഉണക്കാനിട്ടിരിക്കുന്നു. അതിനെന്താ? ആ വീട്ടിൽ ചുരിദാറും കമ്മീസും എങ്ങനെ വന്നു? ഈശ്വർ സാറിന്റെ അമ്മ വന്നിട്ടുണ്ടാവും. അയ്യോ, ഒരു രക്ഷയില്ല. ഈശ്വർ സാറിന്റെ അമ്മ, അതും 10-60 വയസ്സ് കഴിഞ്ഞ് നാട്ടും പുറത്തുകാരി, ചുരിദാറും കമ്മീസിലും. വെറുതെ ഇല്ല സക്കീർ സാർ ഇടയ്ക്കിടയ്ക്ക് ട്യൂബ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശുദ്ധ മലപ്പുറം എന്ന് വിളിക്കാറുണ്ട്. ഞാനും ഒരു പേരിടാം. അയ്യടാ, ഞാനേ ദേ വരുന്നു. CID വർക്ക്. രാമോ, ചായ. നിന്നോട് ആര് പറഞ്ഞു ഈ ഉടുപ്പെടുത്തരാൻ? പഴയതാണെന്ന് പറഞ്ഞിട്ട് രാമു എടുത്തു തന്നതാ. അപ്പൊ നിന്റെ ഡ്രസ് എന്തി? എന്റെ ഡ്രസ് കഴുകി പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. പുറത്തുണക്കാനിട്ടിരിക്കുന്നു. പോയെടുത്തല്ലോ. അല്ലെങ്കിൽ നീ പോണ്ട. നിന്നെ പുറത്ത് കണ്ടുപോരുത്. എടാ രാമോ. രാമു മാർക്കറ്റിൽ പോയി. ഒയ്യോ,
ആരാ? സാറിന്റെ ആരാ? ബന്ധുവാ? ഭാര്യ? 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 ചേച്ചി ബിൻസി, ആ കൊരങ്ങന്മാരെ എവിടെങ്കിലും കണ്ടോ? ആരെ? ആ കൊക്കു തോമസും ഗ്രൂപ്പും. ആ, അവർക്കിന്ന് ഓഫാ. എവിടെയെങ്കിലും കറങ്ങി നടക്കണുണ്ടാവും. എന്താ കാര്യം? അത് നിങ്ങളടുത്ത് പറഞ്ഞാലൊന്നും ശരിയാവില്ല. ഞാൻ പോണു. നിങ്ങൾ ഞാൻ എവിടെയൊക്കെ തേടിയെന്നറിയോ? എന്താ പ്രശ്നം? ഈശ്വർ സാറിന്റെ വീട്ടിൽ ഒരാറ്റൻ ചരക്കിനെ കണ്ടു. ചരക്കോ? അതെ. അയ്യോ, ഇതിനെ വിശ്വസിക്കല്ലേ, കംപ്ലീറ്റ് നുണയാണ്. അയ്യോ സത്യം, എന്റെ 2 കണ്ണാണ് സത്യം. ഞാൻ കണ്ടതാ. നല്ല സുന്ദരി കുട്ടി. വെറുതെ അല്ല ഞാൻ വളച്ചിട്ട് ഓടിയാത്തത്. ഇനി വല്ല റിലേറ്റീവ് ആയിരിക്കോ? പിന്നെ റിലേറ്റീവ് അല്ലേ സാറിന്റെ ലുങ്കിയും ജുബയും ഉടുത്ത് നിൽക്കുന്നത്. എന്നാ പിന്നെ ആരായിരിക്കും? അന്വേഷിച്ചു കണ്ടുപിടിച്ചോളൂ. ഞാൻ പോണു. ബൈ. अरे क्या बात है? और एक चौकरी. ചോക്കരി. अरे बाप रे, वो भी मद्रासी? മദ്രാസി എന്ന് പറയുമ്പോ തനിക്ക് എന്തോ അത്ര ദേഷ്യം? ഏയ് ദാസേ, ഞാനാ? കം ഓൺ. എന്താണ്? എവിടുന്ന് ഒപ്പിച്ചു അന്യനാട്ടിൽ ഇങ്ങനെ ഒരു ചരക്കിനെ? ചരക്കോ? ഞാനോ? ഒപ്പിച്ചെന്ന്? ശ്രദ്ധ എന്തായി പറയുന്നത്? നീയല്ലേ എന്ന് പറഞ്ഞത് ഈശ്വർ സാറിന് ഒരു പെണ്ണിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കുന്ന? അതിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ പെണ്ണിന്റെ ഐഡന്റിറ്റി സാർ കണ്ടുപിടിക്കുന്നവരെ നീ സേഫ്. കണ്ടുപിടിച്ചാൽ ആ നിമിഷം നിന്റെ കാര്യം. അയ്യോ ശ്രദ്ധ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒന്നും പറയണ്ട, ഓരോ കുരിശ്. ഒന്ന് എണീറ്റേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ഈശ്വർ സാറിന്റെ വീട്ടിലൊരു പെണ്ണ്. പെണ്ണാ? എവിടെ? അയ്യടാ, ഈശ്വർ സാറിന്റെ വീട്ടില്. ഈശ്വർ സാറിന്റെ വീട്ടിൽ പെണ്ണാ? അവിടെ പെണ്ണുമില്ല, പെടക്കോഴിയില്ല. ഇത് ചോദിക്കാനാ നീ പാതിരാത്രി എന്നെ വിളിച്ചോത്തിയത്? ആര് പറഞ്ഞു? അവിടെ പെണ്ണുണ്ട്. നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഓണം വിളിച്ചിരുന്നു ഒത്ത വിളിക്കുക. ആണുങ്ങളായ ചിലപ്പോ പെണ്ണുങ്ങൾ ഉണ്ടാവും. നിനക്കെന്നെ നഷ്ടം? നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ലക്ഷ്മി എന്നാവുള്ള പേര്. ബാക്കിയിലൊരു കസിനാ. എറണാകുളത്ത് എന്റെ വീടിനടുത്ത് തന്നെ താമസം. ഇവിടെ അടുത്ത ഏതോ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. കഴുത. ട്രെയിനിൽ വെച്ച് ബാഗും പേഴ്സും ഒക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ഓർമ്മയിലുള്ള എന്റെ അഡ്രസ് വെച്ചാ വീട് കണ്ടുപിടിച്ചത്. എന്നാലും വീട്ടുകാർ ഒറ്റയ്ക്ക് ആ പെണ്ണിനെ ഇത്ര ദൂരം അയച്ചല്ലോ. അത് ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ അവള് പറയാ ഒറ്റയ്ക്ക് വന്നാൽ എന്താണെന്ന്. ഇപ്പോഴത്തെ പെൺകുട്ടിയുടെ കാര്യേ. നിന്റെ റിലേറ്റീവ് വരുത്തിയുണ്ടല്ലോ ഒരു കാന്താരി ശ്രദ്ധ. അവളെന്താ മുതല്? ये आर एफ लट्टी कर दिया? जी साहब. ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. മറുപടി ഒന്നും വന്നില്ല. എന്നാ അവളെ ഒറ്റയ്ക്ക് വിട്ടാലോ? അത് ഞാൻ അവളോട് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ ഇപ്പൊ അവക്കൊരു പേടി. ഏതായാലും സാർ അവൾക്ക് 2 ഡ്രസ് വാങ്ങിച്ചു കൊടുത്തു. എത്ര ദിവസമാ അതേ ചുരിദാറും ലുങ്കിയും ആ ജുബ്ബ ഇട്ടുകൊണ്ട്? सारी स्कर्ट्स, ब्लाउज और क्या साहब? और क्या साहब? ये ब्रेसियर. हाँ. व्हाट्स द साइज सर? ये ब्लाउज का साइज. ഈശ്വർ സാർ ലേഡീസ് ഷോപ്പിലോ? ഇത് ഫ്ലാഷ് ചെയ്യേണ്ട ന്യൂസ് ആണല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ടെങ്കിലും തങ്കപ്പെട്ട മനസ്സാ സാറിൻ്റെത്. ഈ കാണുന്ന ദേഷ്യമൊക്കെ അപ്പോഴത്തേക്കേ ഉള്ളൂ. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഉപദേശിക്കാറുണ്ട് ഈ സ്വഭാവമൊക്കെ മാറ്റണമെന്ന്. സാറിന്റെ ജീപ്പില്ല. അപ്പൊ സാറില്ല, ഷുഗറാണ്. അയ്യാ
അപ്പൊ ചരക്കിനെ കാണാൻ പറ്റുമോ? കണ്ടെങ്കിൽ ഉണ്ടിട്ടാ പോവും. അല്ല ഉണ്ടായി കണ്ടിട്ടാ പോകുന്നു. അല്ല കമ്പി മുള്ളു എന്തിനാ കമ്പി കയറി പിടിക്കാൻ പോയത്? പിടിച്ചെടുത്തോണ്ട് കമ്പി വെച്ചിട്ടല്ലേ? ഫോളോ ഫോളോ നീ. ആ കഥയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വാ വാ. അങ്ങോട്ടൊക്കെ പോകില്ലേ? എവിടെ നോക്കിയാ നടക്കുന്നത്? ഞാൻ കണ്ടു. അയ്യോ എന്റെ ദൈവമേ, ആ കുരങ്ങൻ മരുന്നാ വരുന്നുണ്ട്. ചേച്ചി അകത്ത് പോ, അകത്ത് പോ. ചേച്ചി അകത്ത് പോകാൻ വെളിയിൽ കാണരുത്. കണ്ണട 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 മൂത്ത് കൂടില്ല. സൂചിച്ച് അകത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ കണ്ണട മാറ്റണം. ഒരു നിഴല് അതെന്റെയാടാ. അയ്യോ ഈശ്വര സാറേ പറഞ്ഞപ്പോഴേക്ക് സംശയം ഉണ്ടായിരുന്നു. ഇവിടെ പെണ്ണുണ്ടല്ലോ, ഇവിടെ കോഴി ഉണ്ടാവുന്നത്. എന്താ എല്ലാരും കൂടെ എന്താന്നാ ചോദിച്ചത്? സർ കുച്ച്ക്കാ സാർ ചില ഡൗട്ട്സ് ചോദിക്കാണ്ടായിരുന്നു സാർ. ഡൗട്ട്സ് ഒക്കെ ഓഫീസിൽ വന്നിട്ട് മതി. സാർ നാളെ സൺഡേ ആണ് സാർ. സൺഡേ കഴിഞ്ഞാൽ മൺഡേ ഉണ്ട്, പോണം. സാർ എടാ പ്രാ. ആരാടാ അത് പറഞ്ഞത്? ഞാൻ ബ്രാസീൽ വാങ്ങിച്ച ആർക്കാണ് നഷ്ടം? നിനക്കാണോ? നിന്റെയൊക്കെ അവളമാർക്കല്ലോ വാങ്ങിച്ചത്. ദാസാ നീയാ പറഞ്ഞെന്ന് എനിക്കറിയാം. നിന്റെ വെള്ളത്തിൽ എന്റെ അടുത്ത് വേണ്ട. സാർ ഞാൻ ഈ ബ്രാന്ന് പറഞ്ഞത് സാർ ആ ലൈറ്റിന്റെ ബ്രാക്കറ്റ് പോയി കിടക്കുകയാണ്. ഇലക്ട്രീഷ്യനെ വിളിച്ച് നന്നാക്കാൻ രാമുവിനോട് പറയത്. പോ കമോൺ ഗോ. പോണം. സാർ ശ്രദ്ധ ഞാൻ കഴിച്ചു.